ഇതൊരു ശാപം കിട്ടിയ ജന്മമാണ്, ഇത് ചെകുത്താൻ്റെ ജന്മമാണ് എന്ന് ബ്ലെയിം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയൊക്കെ പറയുമോ ആൾക്കാർ? അങ്ങനെ പറയുകയും അങ്ങനെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മളിവിടെ മനഃപൂർവ്വം ആൽബിനിസമുള്ള ആളുകളെ അവഗണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അവരെ നമ്മൾ പരിഗണിക്കുമെന്നൊന്നും. അതായത് ഇങ്ങനെയുള്ള ആളുകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ എയ്ഡ്സ് പോകും, ഇവരുടെ രോഗം മാറും, എയ്ഡ്സ് മാറും. കാക്കേൻ്റെ ഇതൊരു കോമഡി ഉണ്ട്, കാക്കയൊക്കെ എവിടെ പോയാൽ മരിക്കുന്നതെന്ന് അറിയില്ല. ഈ ആൽബിനിസം ഉള്ള ഏതെങ്കിലും മനുഷ്യർ മരിച്ചതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ അങ്ങനെ ഒരു വാർത്ത പോലും നമ്മൾ കണ്ടിട്ടില്ല. ജനിച്ചതിനോ കണക്കില്ല. ഇവർ മരിച്ചോ മരിക്കുന്നുണ്ടോയെന്നോ, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെയാണോന്നോ, ഇവരെ മറ്റാരെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ടോയെന്നോ, ഇവർ പലായനം ചെയ്യുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. നമ്മൾ ജീവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. ഈ ഒരു ഡയലോഗ് നമ്മളെല്ലാവരും കേട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ശരിയാണല്ലോ എന്ന്. അതുപോലെ നമ്മൾ ജീവിക്കാത്ത, എന്നാൽ ഒട്ടും തന്നെ കഥയല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ആക്ടറായിട്ടുള്ള ശരത്താണ്. ഓപ്പറേഷൻ ജാവ എന്ന സിനിമയിലൂടെ നിങ്ങളെല്ലാവരും ശരത്തിനെ കണ്ടിട്ടുണ്ടാവും. ഒട്ടും തന്നെ മറക്കാൻ തീരെ സാധ്യതയില്ല. വെൽക്കം ശരത്, വെൽക്കം ടു അബാക് മീഡിയ. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ ജാവ എന്ന ഫിലിമിൽ താങ്കളെ പ്രത്യേകം ആളുകൾ നോട്ട് ചെയ്യാൻ കാരണം താങ്കളുടെ ഈ സ്കിൻ ടോൺ തന്നെയായിരിക്കും. എന്താണ് യഥാർത്ഥത്തിൽ ആൽബനിസം എന്ന് പറഞ്ഞൊരു സംഗതി? അതേക്കുറിച്ച് പറയാമോ? നമ്മുടെ ശരീരത്തിന് നിറം കൊടുക്കുന്ന ഒരു ഹോർമോണിൻ്റെ പേരാണ് മെലാനിൻ. ആ മെലാനിൻ്റെ ഓരോ രാജ്യത്ത് അനുസരിച്ച് ആ മെലാനിൻ ബൈ ബർത്ത് ചില കളർ ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉള്ള ജനങ്ങൾക്ക് ചൂട് ഒരുപാട് കൂടുതലാണ്. അത് അത്രയും അവർക്കത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ മെലാനിൻ എന്ന് പറയുന്ന വർണ്ണവസ്തു അല്ലെങ്കിൽ ആ ഹോർമോൺ കളർ കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ചൂട് കുറഞ്ഞ സ്ഥലങ്ങളിലെ ആളുകൾക്ക് അധികമൊന്നും മെലാനിൻ്റെ ആവശ്യമില്ല. ഫോറിനേഴ്സിനെ നോക്കുമ്പോൾ അവർക്ക് ആ സ്കിൻ ടോൺ കുറച്ചും കൂടി മെലാനിൻ കുറച്ച് മതി, ഭയങ്കര ഫെയർ ആയിരിക്കും. നമ്മളെന്ന ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ വരുമ്പോൾ ആളുകൾ കുറച്ച് കറുത്തിരിക്കുന്നത് മറ്റു കാര്യം കൊണ്ടൊന്നുമല്ല, അത്രയും വെയിലിനെ അവർക്ക് പ്രതിരോധിക്കാനുള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായി അവർ കുറച്ച് കറുത്തിരിക്കുന്നതാണ്. തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴും മറ്റ് പൂർവേഷ്യൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോഴും അതിൻ്റെ ക്ലൈമറ്റ് അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഈ സ്ഥലങ്ങളുമായിട്ട് റിലേറ്റഡ് അല്ലാതെ സ്വന്തം ശരീരത്തിൽ ജനിക്കുമ്പോൾ തന്നെ, അതായത് ബൈ ബർത്ത് തന്നെ ഈ ആൽബിനിസം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത് മെലാനിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ആൽബിനോ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ആൽബിനിസം എന്ന് പറയുക. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു രോഗമാണോ അല്ലെങ്കിൽ ഒരു അവസ്ഥയാണോ? അതൊരവസ്ഥയാണ്. കാരണം ബൈ ബർത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ജനറ്റിക്കൽ മ്യൂട്ടേഷൻ എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഹെൽത്തുമായിട്ട് പ്രൊഫഷണലി അങ്ങനെ സംസാരിക്കേണ്ട ഒരാളല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി നമ്മുടെ സമൂഹത്തിൽ ഇന്നും, അതായത് അക്കാഡമിക് ആയിട്ടുള്ള ആളുകളും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തോട് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇതിലും ഗംഭീരമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങളടക്കം മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ആൽബിനിസം, അത് ജനറ്റിക്കൽ ഡിസോർഡർ ആണോ, ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ആണോ എന്നൊക്കെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇതൊരു രോഗമല്ല, ഇതൊരു അവസ്ഥയാണ്. ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും തന്നെ ആയിരിക്കണം എന്നില്ല. സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്കും കുട്ടികളുണ്ടാകുമ്പോഴും അവരുടെ ജനറ്റിക്കൽ മ്യൂട്ടേഷൻ്റെ ഭാഗമായിട്ട് ഈ ഹോർമോണൽ കളർ ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായി സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതായത് രണ്ട് ആൽബിനിസമുള്ള ആളുകൾക്ക് ഒരു ആൽബിനോ കുട്ടി ഉണ്ടാവുള്ളൂ എന്നില്ല. രണ്ട് സാധാരണ ആളുകൾക്ക് ഒരു ആൽബിനിസം ഉള്ള കുട്ടി ഉണ്ടാകാം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ട് ഇപ്പം പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടിരിക്കുന്നു, ഭയങ്കര ഫെയർ സ്കിന്നായിട്ടിരിക്കുന്നു, ഫോറിനറിനെ പോലെ ഇരിക്കുന്നു. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ ഇതുകൊണ്ട്? ആൽബിനിസം ഉള്ള ആളുകൾക്ക് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ്. ഒന്ന് അവരുടെ സ്കിന്ന്, രണ്ട് അവരുടെ കണ്ണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഈ ആൽബിനിസം ഉണ്ടാവാൻ കാരണം നമ്മളുടെ ഒരു മെലാനിൻ്റെ കുറവാണ്. ഈ മെലാനിൻ ശരീരത്തിൽ 1% പോലും ഇല്ലാത്തത് കൊണ്ട് ഈ അൾട്രാ വയലറ്റ് റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുക കുറച്ച് പാടായിരിക്കും. അതായത് സാധാരണ ക്ലൈമറ്റ് പോലും അവർക്ക് അത്ര ഫെയർ ആവണമെന്നില്ല. വെയിലൊട്ടും കൊള്ളാൻ പറ്റില്ല, അങ്ങനെയാണോ? ഒരു പരിധി വരെ വെയിൽ കൊള്ളാതിരുന്നാൽ അവർക്ക് മറ്റ്
ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അത് പെട്ടെന്ന് വെയിലടിച്ചിട്ട് വെയിലിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സൺബേൺ ഉണ്ടാവാം. നമ്മൾ ഈ വേനൽക്കാലത്ത് മാത്രമാണ് സൂര്യാഘാതം എന്നൊക്കെ പറയുക. പക്ഷേ ഇവർക്ക് സാധാരണ വെയിലും കുറച്ചധികം നേരം കൊണ്ട് ചിലപ്പോൾ സൺബേൺ ഉണ്ടാവും. അത് മാറാൻ സമയമെടുക്കും. വീണ്ടും 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 സൺബേൺ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മെലനോമ എന്ന് പറഞ്ഞിട്ടുള്ള സ്കിൻ ക്യാൻസർ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സ്കിന്നിൻ്റെ കാര്യത്തിൽ. ഇനി കണ്ണിൻ്റെ കാര്യത്തിലാവുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുറച്ച് പൂച്ചക്കണ്ണൊക്കെ ആയിരിക്കും. അതുമാത്രമല്ല, ചില ആളുകളുടെ കണ്ണ് നന്നായിട്ട് ഓടുന്നുണ്ടാവും. ഈ ആൽബിനിസം ഉള്ള ആളുകൾക്ക് നിസ്റ്റാഗ്മസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയാണ്. നോർമലി ചലിപ്പിക്കുന്നത് പോലെ പക്ഷെ ഭയങ്കര സ്പീഡായിരിക്കും. അവർക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രമല്ല, അത് കണ്ണിൻ്റെ കാഴ്ചയിലുള്ള പ്രത്യേകത. ഇവരുടെ കണ്ണിൻ്റെ കാഴ്ചയും കുറവായിരിക്കും. അതുകൂടാതെ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണിക്ക് ഉള്ളിലും ഈ മെലാനിൻ കണ്ടൻറ്റ് കുറവായിരിക്കും. നമ്മൾ പുരികം എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തും മെലാനിൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് വന്നിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് റെറ്റിനയിലോട്ട് ഡയറക്റ്റ് ഒരുപാട് UV ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ കണ്ണിനെ കുറച്ച് ദോഷം ബാധിക്കും. കൂടാതെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ പുരികത്തിനും വൈറ്റ് ആയതുകൊണ്ട് അത് കറുപ്പ് പോലെ ആഗിരണം ചെയ്യല്ല ചെയ്യുക. അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരു ലൈറ്റ് എപ്പോഴും ഒരു ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും, ലൈറ്റ് സെൻസിറ്റീവ് ആയിരിക്കും. അതിപ്പോൾ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള വെളിച്ചം ഉണ്ടെങ്കിൽ അവരുടെ നോട്ടത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് എല്ലാവർക്കും അവരെ കാണാൻ പറ്റും, പക്ഷേ അവർക്ക് ചുറ്റിലുള്ള ആളുകളെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഞാനൊക്കെ ഏറ്റവും ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര അഹങ്കാരിയാണ്. കാരണം ഞാനൊക്കെ ചെല്ലുന്നു, ആളുകളൊക്കെ എൻ്റെ നേരെ നോക്കി തൊട്ടപ്പുറത്തും നിന്ന് ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അവിടെ ലൈറ്റ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രമാണ് കാണുന്നുള്ളൂ. പക്ഷേ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഏത് നേരവും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിരിക്കാൻ പറ്റുള്ളൂ. മരണ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ടോ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ചിരിച്ചുകൊണ്ടിരിക്കൽ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഞങ്ങളെക്കുറിച്ച് ഉണ്ടാക്കുന്ന അനാവശ്യമായ കാഴ്ചപ്പാടുകളിലൊന്ന്, ഞങ്ങളെ നോക്കി ചിരിച്ചാലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അവരോട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ്, കാഴ്ചൻ്റെ പ്രശ്നമുണ്ട്. അതെ, ഈ ലൈറ്റ് ഭയങ്കര റിഫ്ലക്റ്റീവ് ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല, കാണുന്നുണ്ടാവില്ല. ഇപ്പം ഈ ഒരു അവസ്ഥ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര ഫീൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? സ്വാഭാവികമാണ്. അതായത് ആദ്യം എനിക്ക് തന്നെയാണ് പ്രശ്നം. ആദ്യം എനിക്ക് തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാ മനുഷ്യരെ പോലെ ചെറിയ പ്രായത്തിലിരിക്കുമ്പോൾ നമ്മളുടെ രൂപത്തെ ഒന്നും നമുക്കത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല. ഇതിപ്പോൾ കളർ കൂടിയോ കുറഞ്ഞോ ഒന്നൊന്നും തിരിച്ചറിയുന്ന പ്രായമല്ല. പക്ഷെ പോകെ വരുമ്പോൾ നമ്മളോട് ആളുകൾ പറഞ്ഞ് നമുക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായി വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് ഞാൻ വളർന്ന സാഹചര്യം ഇതൊക്കെ കൃത്യമായി നോക്കിയും കണ്ടും മനസ്സിലാക്കി ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് എന്നെ കൃത്യമായിട്ട് മോൾഡ് ചെയ്തെടുത്തതാണ്. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയല്ല. ഇതൊരു ശാപം കിട്ടിയ ജന്മമാണ് എന്ന് വീട്ടുകാരും നാട്ടുകാരും ചിലപ്പോൾ അത് കേട്ട് ഞങ്ങളും വിചാരിക്കുന്ന തരത്തിലുള്ള മനുഷ്യരുടെ ജീവിതവും ഈ നാട്ടിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ഇതെന്തോ ശാപം കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ജനിക്കുക, അങ്ങനെയൊക്കെ പറയും ആൾക്കാർ. അങ്ങനെ പറയുകയും അങ്ങനെ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടാതെ ഇത് ചെകുത്താൻ്റെ ജന്മമാണ് എന്ന് ബ്ലെയിം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ഭിന്നശേഷി കുട്ടി ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എല്ലാവരും പെട്ടെന്ന് ഏറ്റെടുക്കണമെന്നില്ല. അത് ആകെ കൂടി അംഗീകരിക്കുക അമ്മ മാത്രമായിരിക്കും. അച്ഛന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ ചിലപ്പോൾ അതിന് ശേഷം ഭയങ്കര കള്ളൂടിയാവുന്നവരുണ്ട്, ഭയങ്കര സെൻറ്റിമെൻ്റൽ ആവും. ഇതൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അപ്പോൾ ഇത് കാഴ്ചയിൽ തന്നെ ഇത് നിൻ്റെ കുട്ടിയല്ലടാ, ഇത് വേറെ ഏതോ ഒരാളുടെ കുട്ടിയാണ് എന്ന് പറയുന്നത് മുതലുള്ള തമാശയായിട്ട് പറയുന്നവരും ക്രൂരമായി പറയുന്നവരും ഇത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കുന്ന ആളുകളടക്കമുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരുമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് കൂടുതലൊക്കെ ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. സ്വന്തം ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവരുടെ ഹസ്ബൻഡുമാരിട്ടിട്ട് പോയി. കളർ ചേഞ്ച് കൊണ്ട് ഇതിൻ്റെ അല്ല പറഞ്ഞിട്ട് അതെന്താണെന്ന് മുഴുവനായിട്ട് അവർക്കറിയില്ല. എന്തായാലും ആ ഒരു അക്സെപ്റ്റൻസ് ഇഷ്യൂ തന്നെയാണ്. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് ആ പോക്കൊക്കെ നടക്കുന്നത്. അത് കേരളം പോലൊരു സ്ഥലത്ത് നമുക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടാണ്. അങ്ങനെയുണ്ട്.
അതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പം ആൽബനിസം ഉള്ളൊരു വ്യക്തിയെ വിവാഹം കഴിച്ചാൽ ഇപ്പം എനിക്കുണ്ടാവുന്ന കുട്ടിക്ക് അങ്ങനെ വരും, ഇത് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലും ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അങ്ങനെ ചാൻസസ് ഉണ്ടോ? നമ്മൾ അതിന് ഞാൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. കാരണം ആൽബനിസം പുറത്തൊക്കെ വീണ്ടും ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലും ഇന്ത്യയിലും അത്തരം ഗവേഷണങ്ങളൊന്നും നടക്കണില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ മനഃപൂർവ്വം ആൽബനിസമുള്ള ആളുകളെ അവഗണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരെ നമ്മൾ പരിഗണിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ആളുകളോട് ചോദിക്കുമ്പോൾ നിന്നെ പോലെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, ഇവിടെ കണ്ടിട്ടുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ഒരു ചേട്ടനുണ്ട്, ഒരു ഫാമിലി ഉണ്ട്, ഓക്കെ. അപ്പം നമ്മൾ സന്തോഷം കൊണ്ട് ഉണ്ട്. അപ്പം ഞങ്ങളും അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അവരുടെ പേരറിയാമോ? അറിയില്ല. അവരുടെ വീട് എവിടെയാണ്? അറിയില്ല. അവർ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. അതാണ് അത് നമുക്ക് അവരെ അവഗണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ നമ്മളോടുള്ള ഒരു കണക്ടിവിറ്റിൻ്റെ ഇഷ്യൂ ആകാം, അല്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പാടുണ്ടോ, നമ്മൾ സംസാരിച്ചാൽ അവർ വേറെ എന്തെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഈ പല ചോദ്യങ്ങളും ആളുകളുടെ ഉള്ളിലാണ് ഇരിക്കുക. അതിൽ ആളുകൾ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ചോദ്യമോ സംശയമോ ആണ് ഇവരുമായിട്ട് പ്രണയത്തിലോ വിവാഹത്തിലോ ആയാൽ പിന്നീടുണ്ടാവുന്ന അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി. അതാണ്, അതായത് അവരുടെ കൂടെ ഒരു സ്ത്രീ നടന്നു പോയാൽ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇതാണ് ചിന്തിക്കുക, ഇനി ആ പെണ്ണറിയാതെയാണോ അല്ലെങ്കിൽ ആ ചെക്കൻ അറിയാതെയാണോ ഇവിടെ ചെന്നുപെടുന്നത്, ഇയാൾക്കോ ഇങ്ങനെ സംഭവിച്ചു, ഇനി അവർക്ക് ഒരാൾ കൂടി എങ്ങനെ വരണോ. കാരണം നമ്മൾ വലിയ കൺസേൺ ആണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് സൊസൈറ്റീനോട് അറിയാം. അപ്പോൾ അതിൽ ഉത്തരം പറയേണ്ടത് ശരിക്കും ഔദ്യോഗിക സംവിധാനങ്ങളാണ്. കൂടുതൽ ഗവേഷണങ്ങൾ നടക്കാനുണ്ട്. ഇതൊരു ജനറ്റിക്കൽ മ്യൂട്ടേഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഒരു ആൽബനിസം കുട്ടി ഉണ്ടാവാം. അത് ആൽബനിസം ഉള്ള ഒരാളെ കല്യാണം കഴിച്ചു എന്നുള്ളത് വെച്ചിട്ട് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതേപോലെ തന്നെ കേട്ടിട്ടുള്ള മറ്റൊരു സംഗതിയാണ് ആൽബനിസം ഉള്ളൊരു വ്യക്തിക്ക് സെക്സ് ചെയ്യാൻ പറ്റുമോ, നോർമൽ ലൈഫ് പറ്റുമോ എന്നുള്ളതൊക്കെ. അപ്പം ഇത് ഞാൻ തുറന്നു ചോദിക്കുകയാണ് ശരത്തിനോട്. അപ്പം അതിനുള്ള ഉത്തരം എന്താണ്? അതും ഈ പറയുന്ന ആളുകളുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ആ ഒരു അത്രയും വൈറ്റ്നെസ് ചിലപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതെല്ലാ മനുഷ്യർക്കും ആദ്യമായി നമ്മൾ കാണുമ്പോൾ ഇപ്പം ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെപ്പോലെ ഒരാളെ ഞാൻ പെട്ടെന്ന് കണ്ടാലും ഒരു ഫസ്റ്റ് ടൈം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഞാൻ എൻ്റെ സ്കിന്നും എൻ്റെ ടോണും എല്ലാം ഞാൻ കണ്ണാടിയിൽ കാണുന്നുണ്ടെങ്കിലും എനിക്കൊരു ഇച്ചിരി സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അവരെ എൻ്റെ കണ്ണിലേക്കൊന്ന് എടുത്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. പക്ഷേ ആൽബിനോസിനോട് നമ്മൾ പലപ്പോഴും വർത്തമാനം പറയാത്തതുകൊണ്ട് അവരെ കണ്ടങ്ങ് പോവുക ചെയ്യുക, അല്ലെങ്കിൽ ഒരു അകലം പാലിക്കുന്നതുകൊണ്ട് ആ അകലം പാലിക്കുന്നതിൻ്റെ ഒരു വലിയ റിസൾട്ടാണ് ഈ ഒരു ചോദ്യം. ചിലപ്പോൾ അവരോട് കൂടി ഇരുന്നാൽ, അവരോട് സംസാരിച്ചാൽ, അവരോട് കഥ പറഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. അതായത് അവരുടെ സ്കിന്നിനും കണ്ണിനും മെലാനിൻ്റെ ഒരു കുറവുണ്ട്, മെലാനിൻ ഇല്ല എന്നുള്ളതൊഴിച്ച് അവർക്ക് മറ്റുള്ള കുറവുകൾ ഉള്ളതായിട്ടൊന്നും ഞാനിന്നൊരു മനസ്സിലാക്കിയിട്ടില്ല. സാധാരണ മനുഷ്യരെ പോലെ തന്നെ. പക്ഷെ അവർക്ക് പേടി കാണും. അതായത് നിങ്ങൾക്ക് എന്നെ നോക്കുമ്പോൾ കണ്ണിലൊരു ഭയമോ വെറുപ്പോ ആണെങ്കിൽ എനിക്ക് നിങ്ങളെ ഹഗ് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണ്. അതേപോലെ നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ സോൺ ഇല്ലയെന്ന് കണ്ടാൽ എനിക്ക് ഷെയ്ക്കാണ്ട് തരാൻ പറ്റത്തില്ല. നിങ്ങളുടെ കണ്ണിൽ പേടിയാണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ചിരിക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ അത് ശരിക്കും പോകുന്നത് അത്തരം സംശയങ്ങൾ ആളുകൾ ഇടപെട്ടാൽ മാറുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം എൻ്റെ കൂട്ടുകാർക്കാർക്ക് ഈ സംശയമില്ല. ഇടപഴകുന്ന ആളുകൾ ഇപ്പം അപരിചിതരാരെങ്കിലും ഫോറിനർ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ വന്ന് സംസാരിക്കോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ? അത് ഈ പറയുന്നത് പോലെ തന്നെ, അതായത് നമുക്ക് പകരുന്ന രോഗമാണോ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ തന്നെയാണോ എന്നറിയാനുള്ള ആദ്യത്തെ വഴി, അത് ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് എനിക്കറിയാം. നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് നമുക്കറിയാം. സൈഡ് പ്ലീസ് എന്ന് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. വാട്ട്സ് യുവർ നെയിം, ഹായ്, ഇതൊക്കെയാണ്. അപ്പോൾ എന്തിനാണ് ആ ചോദ്യം എന്ന് വെച്ചാൽ അതിന് ചിലപ്പോൾ ഞങ്ങൾ പെട്ടെന്നായിരിക്കും ഈ ഒരു ചോദ്യം കേൾക്കുക. ഇതിന് കൊടുക്കുന്ന ആൻസറിൽ നിന്ന് അവർക്കറിയാം ഇത് മലയാളിയാണോ ഫോറിനറാണോ. പിന്നെ അവർക്ക് എന്ത് ചെയ്യാം, പേടിയുള്ള മനുഷ്യരാണെങ്കിൽ അവിടെ ഇരിക്കണം എന്നില്ല, മിണ്ടണം എന്നില്ല, അവർ ആ വഴിക്ക് പോകും തിരിച്ച്. എന്നാൽ ഞാനൊക്കെ കുറച്ച് വിളവെടുത്ത മനുഷ്യനായതുകൊണ്ട് ഇത്രയും പ്രായം കൊണ്ട് എനിക്ക് ഈ ആളുകളെ ഞാൻ എപ്പോഴും ആളുകളുടെ കംഫർട്ടബിലിറ്റി നോക്കാറുണ്ട്. അതായത് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആളുകൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് പേടിയുണ്ടോ, ഇച്ചിരി നേരം കഴിയുമ്പോൾ മാറുമോ, അവർ ഫോറിനർ ആണെന്ന് കണ്ടാൽ അവർ സംസാരിച്ചിരിക്കുമോ, ഇതൊക്കെ വളരെ പെട്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും,
അവരെ എങ്ങനെയാണോ കംഫർട്ടബിൾ ആക്കേണ്ട ആ രീതിയിൽ പറയും. ചിലപ്പോൾ മുഴുവൻ ഇംഗ്ലീഷ് പറയും, ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. വളരെ ഈസി ആയിട്ട് മറ്റുള്ളവരുടെ മുറി ഇംഗ്ലീഷുമായിട്ട് ഞങ്ങൾക്ക് കൃത്യമായി സംസാരിക്കാം. അപ്പോൾ എനിക്ക് ഫ്രഞ്ചുകാരനാവാം, ജർമ്മൻകാരനാവാം, പ്യുവർ ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമില്ല. അതായത് എനിക്കും എൻ്റെ സൗകര്യം വെച്ച് അത് കൂടുതൽ സമയം ആളുകൾ നമ്മളോട് സംസാരിക്കും. ചിലപ്പോൾ ഞാൻ പറയും 8 വർഷവും 10 വർഷമായി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയും. എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത്തരം ആളുകൾ കുറേ അധികം ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോഴേക്കും പതുക്കെ ഞാനും എന്ത് ചെയ്തിട്ടുണ്ടാവും അവരുടെ ഉള്ളിലേക്ക് ഈ ആൽബനസോ വിറ്റിലിഗോ എന്നൊക്കെ പറയുന്ന കാഴ്ചേൻ്റെ ചില പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ ഞാൻ അവരുടെ ഉള്ളിലേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം ശരിക്കും എട്ടുകാലിനെ പോലെയാണ്. ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് ഒരു കുറച്ച് സമയം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. പക്ഷെ ചില സമയത്ത് അത് കിട്ടാറില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ആൾ വൈകി വരുന്നു, പെട്ടെന്ന് അയാളെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് പറ്റിക്കാം. ഇപ്പോഴല്ല, അത് കോളേജ് സമയത്തൊക്കെയാണ്. പറ്റിക്കാം, ഇത് ഇന്ന ആളാണ്, ഫോറിനറാണ്, ഹായ്, അപ്പം നമ്മളും ഹായ്. നമുക്കറിയില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു 10 വർഷം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് ബീഹാറിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കേണ്ടി വേറൊരു മലയാളിയെ കണ്ടുപിടിച്ചു. അവരിങ്ങനെ കഥകളൊക്കെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ സിനിമാക്കാരുടെ കഥ പറഞ്ഞ് എൻ്റെയും കഥ പറഞ്ഞു. അതുവരെ ഭയങ്കര സന്തോഷിച്ച് നിന്നിരുന്ന ആൾ ഈ പറയുന്ന സുഹൃത്തിനെ ഭയങ്കരമായിട്ട് ത്രെട്ടൻ ചെയ്യുകയും എന്നെക്കുറിച്ച് വളരെ മോശമായി പറയുകയും ചെയ്തു. അയാൾക്ക് ഈ എന്നെക്കുറിച്ച് വേറെ ഒരു മോശവും ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആൾ തിരിച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, എന്നെക്കുറിച്ചുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമൊന്നും കിട്ടണില്ല. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ആളെ അറിയുമോ ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെ തലകുത്തി എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരാളെ അറിയത്തില്ല. പക്ഷെ പോകെ പോകെ ഇവർ കഥയും വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അയാളോട് തന്നെ സംസാരിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞത്. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഫ്രണ്ടിനാൽ ഇന്നയാൾ എന്നെ ചീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ ഫ്രണ്ടിനോട് അയാൾക്ക് ഇപ്പോഴും ദേഷ്യമില്ല. ഏത് എന്നോടാണ്. കാരണം ഞാൻ കാരണമാണ്. എന്നോട് വളരെ കാര്യമായി ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞിട്ട് ആൾ എനിക്കെന്തോ വെള്ളമൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. എവിടെ നോക്കിയോ ആ സൈഡിൽ കിടന്ന പൊടിയൊക്കെ തൂത്ത് മാറ്റി വെച്ചു. വെച്ചാൽ ആ ഒരു ഇന്ന് ആളുകൾക്ക് ട്രോമയും സ്റ്റിഗ്മയും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലാം അറിയാം. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയം ഇന്നും എനിക്ക് ആ പ്രായത്തിൽ അത് അറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിന്നു കൊടുക്കുന്നത് സൗഹൃദം എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ വേറൊരാളെ പറ്റിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ അല്ല. അതിന് കാരണമുണ്ട്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കുറച്ച് ആളുകളൊക്കെയാണ് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുള്ളൂ. അപ്പോൾ അവരുടെ ചില അനാവശ്യ വിക്രിയകൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വരാറുണ്ട്. കാരണം അങ്ങനെയൊക്കെ നിന്ന് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ ഇതുപോലെയാണ്. നമ്മൾ സാക്രിഫൈസ് ചെയ്തുണ്ടാക്കിയ കുറേ സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പ്രായം ചെല്ലുമ്പോൾ അവർക്കറിയാം ആ ചെയ്തത് എന്നെ പോലെ തന്നെ അവർക്ക് തിരിച്ചറിവുണ്ട്, ആ ചെയ്തതൊന്നും ശരിയല്ല എന്നുള്ളത്. ഇപ്പം ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന മൂവിയിലേക്ക് ഉള്ളൊരു ശരിക്കും പറഞ്ഞാൽ അത് ഈ ഒരു അവസ്ഥയിൽ തന്നെ അതിനകത്തും അങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു കുറച്ച് പേര് അറിയട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തതാണോ ആ മൂവിയിൽ ആ ഒരു ക്യാരക്ടർ? എൻ്റെ ആദ്യത്തെ സിനിമ കുട്ടനാടൻ മാർപ്പാപ്പയാണ്. അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുവരെ സിനിമയ്ക്ക് പുറകിലൊക്കെ നിൽക്കാനാണ് എനിക്കിഷ്ടം. പുറകിൽ തന്നെ നിന്നിട്ടുള്ളൂ. ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് സിനിമയ്ക്ക് മുമ്പിൽ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഒരു കാര്യം ഈ വിഷയത്തിൽ കുറച്ച് അവയർനെസ് ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല കേട്ടോ, മെൻ്റൽ ഹെൽത്തുമായിട്ടും ബന്ധപ്പെട്ട് അവയർനെസ് ഉണ്ടാക്കാനാണ് കുട്ടനാടൻ മാർപ്പാപ്പ ചെയ്യുന്നത്. എന്നെ 4 ആൾ അറിയണം. അതിനൊറ്റ കാരണമേ ഉള്ളൂ. 2018 ആ മൂവി ഇറങ്ങുന്നത്. 2016 മുതൽ അയനിക എന്ന് പറഞ്ഞൊരു മെൻ്റൽ ഹെൽത്ത് റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ മെൻ്റൽ ഹെൽത്ത് പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരാൾ ഞാനാണ്. അതുകൂടാതെ സ്ത്രീകളുടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനും അവർക്കൊരു സോഷ്യൽ ഡോമിനൻസ് ഉള്ള ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും പറ്റുമെന്നുള്ള രീതിയിൽ കുടുംബശ്രീൻ്റെ അകത്ത് ഒരു നാട്ടുകൂട്ടം എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയതും അത് ചെയ്തതും ഞാൻ തന്നെയാണ്. അത് ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷനാണ് ചെയ്തത്. ഈ 2 കാര്യങ്ങൾ നാട്ടിൽ ചെയ്തിട്ടും പ്രത്യേകിച്ച് ആൾക്കാർക്ക് അന്ന് 2016 മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ മാനസിക രോഗം, ഭ്രാന്ത്, അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റി. ഇത് 2ൽ ഏതെങ്കിലും അറ്റത്തെ നിൽക്കത്തുള്ളൂ. നമുക്കിവിടെ നിപ്പയും കൊറോണയും ഒക്കെ വന്നതിന് ശേഷം, പ്രളയം കൂടി വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് പഠിച്ചത്. ഇപ്പോൾ എല്ലാവരും വായി തോന്നുന്ന എല്ലായിടത്തും മെൻ്റൽ ഹെൽത്തും മാനസികാരോഗ്യം പറയും. അന്ന് ആദ്യമായി സിനിമയിലേക്ക് വന്നത് മെൻ്റൽ ഹെൽത്ത് പറഞ്ഞാൽ മനസ്സിലാവാൻ ഒരു വേണ്ടിയിട്ടാണ്. പക്ഷേ ഓപ്പറേഷൻ ജാവ പറഞ്ഞൊരു മൂവിയിലേക്ക് വരുമ്പോൾ അതിങ്ങനെ ഒരു ക്യാരക്ടറാണെന്ന് അറിയുമ്പോഴും
കുറച്ച് സമയമാണ് ആ ക്യാരക്ടറുള്ളൂ. അപ്പോഴും സിനിമയ്ക്ക് മുമ്പ് എനിക്ക് അങ്ങനെ ഒരു വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ അതൊരു വളരെ കീ ആയിട്ടുള്ള റോളാണെന്നറിയാം. സിനിമ ഇറങ്ങി, തിയേറ്ററിൽ ഇറങ്ങി, ലോക്ക്ഡൗണിൻ്റെ ഇടയ്ക്കുള്ള ബ്രേക്ക് ടൈമാണ്. കൂടുതൽ ആളുകളൊന്നും എന്നെ തിരിച്ചറിയുന്നില്ല. പക്ഷേ പിന്നീട് അത് ഒരു വാർത്തയായി വന്നു കഴിഞ്ഞ് ഞാൻ മലയാളിയാണ് എന്നറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മലയാളിയല്ല എന്നുള്ളതാണ്. പക്ഷേ ആ സമയം ലോക്ക്ഡൗണിൻ്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അതായത് ഇങ്ങേര് വിദേശിയല്ല, സായിപ്പല്ല എന്നുള്ളത് മാത്രമായി നിന്നുപോയി. ബാക്കി പറയാനുള്ള ഗ്യാപ്പ് ആക്ച്വലി പിന്നീട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം ശരത്തിൻ്റെ FBയിൽ നോക്കിയാലും ഒരുപാട് പോസ്റ്റുകൾ ഈ അടുത്തായിട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടും ആൽബനിസം ഉള്ള വ്യക്തികളോട് ഗവൺമെൻറ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ. ആക്ച്വലി എന്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ വറീഡ് ആവുന്നതെന്നൊന്ന് പറയാം. ഉറപ്പായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കാലാവസ്ഥയോട് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അതായത് കൊണ്ടും കൊടുത്തു. അരയന്മാരെങ്ങനെയാണ് കടലിനെ കാണുന്നത്? അവർക്ക് കടലിനെ അറിയാം, അതിൻ്റെ കാലാവസ്ഥേനെ അറിയാം, എപ്പോൾ ഇറങ്ങണം, എപ്പോൾ പോകണം. ചിലപ്പോൾ അതിൻ്റെ അകത്ത് പെടും, പെടാതിരിക്കും. അതുപോലെ തന്നെയാണ് ആൽബനിസം ഉള്ള ഞങ്ങളും വെയിലിനെ കൊണ്ടും കൊടുത്തും തന്നെയാണ് ഇവിടെ വരെ വന്ന് നിൽക്കുന്നത്. പക്ഷേ ഓരോ കാലഘട്ടം ചെല്ലുന്തോറും വെയിൽ കൂടി വരികയാണ്. ഈ തവണ വെയിൽ കൂടും എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ളൊരു ധാരണയിൽ ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട്, പിന്നെ വേറെ ചില കാര്യങ്ങൾ ഇലക്ഷൻ അടക്കം നടക്കാനുള്ളത് കൊണ്ടും പലരുടെയും ശ്രദ്ധ ഇവിടെ വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തു. അതായത് ഈ തവണയെങ്കിലും നമുക്കൊരു ആൽബനിസം മാസ്റ്റർ പ്ലാൻ വേണം കേരളത്തിൽ. മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ കുറിച്ച് ജനങ്ങൾക്ക് സത്യത്തിൽ അറിയില്ല. ഭയങ്കര സ്റ്റിഗ്മയുണ്ട്. ഒന്ന് ആൽബനിസം എന്നുള്ള വാക്ക് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവണമെന്നില്ല. ഈ മെലാനിൻ പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആൽബനിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ വിറ്റിലിഗോ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മനാൽ ഉണ്ടാവുന്നതാണ്. വിറ്റിലിഗോ എന്ന് പറയുന്നതും ഏകദേശം ആൽബിനോസിനെ പോലെ തന്നെ ഇരിക്കും. പക്ഷെ അവർക്ക് ബൈ ബർത്ത് ആയിരിക്കില്ല, പിന്നീടായിരിക്കും വരുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് അവരതിനെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു ഇന്റൻഷനും കൂടി അതിനകത്ത് വരുമ്പോൾ അതെന്തോ ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനടക്കമുള്ള ആൽബിനോസിനേക്കാൾ ചില കാര്യങ്ങളിൽ അവർക്ക് പ്രയാസം കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ജനിക്കുമ്പോൾ മുതലേ ഇത് കണ്ട് ശീലമായി. പക്ഷെ മറ്റവരങ്ങനെയല്ല. ശരീരത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ വന്ന് പതുക്കെ ചിലരുടേത് കുറച്ച് സ്പ്രെഡ് ആവും. ചിലപ്പോൾ അത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാറുണ്ട്. അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കൃത്യമായി അത് മനസ്സിലാക്കിയെടുക്കാനും കൃത്യമായ ട്രീറ്റ്മെൻറ്റുകളൊക്കെ വരികയും ഒക്കെ ചെയ്താൽ. പക്ഷേ ചില ആളുകളുടെ ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ പറ്റണമെന്നില്ല. ചിലപ്പോൾ അത് മനസ്സിലാകാതെ പോയത് കൊണ്ടാകാം. ചിലപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കാം. അവർക്കും ഇത് തന്നെയാണ് പ്രശ്നം. ഈ ചൂട് ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ കുറച്ച്. പക്ഷെ അവരുടെ മുടിയൊക്കെ പിന്നെയും കുറച്ചുകൂടി നോർമൽ കളറിലൊക്കെ അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് നമുക്ക് ഹോർമോൺ തെറാപ്പി ഒക്കെ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പറയുന്ന ആൽബനിസത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവരുടെ ഒരു സ്കിന്നും ഇതൊക്കെ ആയിട്ട് കെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ആൽബനിസം മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലാനുള്ള കാരണം അത് തന്നെയാണ്. ഇവരുടെ ശരീരം, സ്കിന്നും ഈ കണ്ണും ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം, അതിന് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞത് ആൽബനിസം ഉള്ള എത്ര ആളുകളുണ്ടെന്ന് ഇവിടെ അറിയില്ല. അങ്ങനെ ഒരു സർവേ പോലും നടന്നിട്ടില്ല. ഗവൺമെന്റിന് അറിയില്ല, ആരോഗ്യവകുപ്പിന് അറിയില്ല, മറ്റേതെങ്കിലും ഒരു സംഘടന ഇതിനെക്കുറിച്ച് പഠിച്ചതായിട്ടും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നോ ഇവരുടെ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നൊന്നും ഒരു ധാരണയില്ല. അപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള മാസ്റ്റർ പ്ലാനിൽ ആദ്യത്തെ കാര്യം ഇവരെത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കുക, അവരുടെ ശാരീരികാവസ്ഥകൾ മനസ്സിലാക്കുക, അവരുടെ ആരോഗ്യാവസ്ഥ മനസ്സിലാക്കുക, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഒരു സോഷ്യൽ കണക്ടിവിറ്റി. എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉള്ള കുടുംബത്തിലാണെങ്കിൽ സ്കൂളിലുള്ള കളിയാക്കൽ, ഇപ്പം ഞാനൊക്കെ സ്കൂളിലൊക്കെ ആദ്യം ഞങ്ങളൊക്കെ കേൾക്കുന്ന സായിപ്പേ മദാമേ എന്നുള്ള വിളിയാണ്. ഇതും കേട്ട് 3 ദിവസം കരഞ്ഞ് ചെന്നാലും 4-ാം ദിവസം വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാനും വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ മറ്റേ ചെവി പിടിച്ച് സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കാനും ടീച്ചർമാരൊക്കെ വട്ടത്തിലും നീളത്തിലും നിൽക്കാനുള്ളതുകൊണ്ടാണ് പഠിച്ച് ഞാനിവിടെ വരെ നിൽക്കുന്നത്. ഞാനും ചെറിയ പ്രായത്തിൽ കരഞ്ഞിട്ടുണ്ട്, ഞാനും സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ പിടിച്ചു കൊണ്ടുവരാനും ഒപ്പം നിൽക്കാനും അധ്യാപകരും വീട്ടുകാരും സുഹൃത്തുക്കളും ഇല്ലായെങ്കിലും അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെക്കുറിച്ചുള്ള സർവേ നടത്തിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ കൊടുക്കാനുള്ള കാരണം ഇവരെക്കുറിച്ച് കൃത്യമായ ധാരണകൾ വേണം. എന്തൊക്കെ ഇത് അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മൾക്കൊന്ന് ഇവരെത്രയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ.
പോട്ടെ, ആളുകളോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന പോലെ അവിടെയുണ്ട് ഇവിടെയുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതായത് കുറച്ച് ഇൻറ്റൻസിറ്റി ഇവർക്ക് കുറച്ച് ഉണ്ട്, ആളുകളുണ്ട് എന്നറിയാം. പക്ഷേ ചിലർ പറയുന്ന കാര്യം, ഒരു സമയത്ത് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ സ്കൂൾ ടൈമിലായിരിക്കാം, കോളേജ് ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കാം. യങ് ഏജിലുള്ള ആളുകളെയാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. യെസ്, എക്സാക്ട്ലി റൈറ്റ്. കൂടുതലും കാണുന്നത് അങ്ങനെയുള്ളവരെയാണ്. എൻ്റെ ചോദ്യമുണ്ട്, മറു ചോദ്യമാണ്, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ചോദ്യമാണ്. കാക്കേൻ്റെ ഇതൊരു കോമഡി ഉണ്ട്, കാക്കയ്ക്ക് എവിടെ പോയാൽ മരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണ് നമ്മൾ കാക്ക മരിക്കുന്ന എവിടെയാണെന്നും നമ്മൾ കാണാറില്ല, അങ്ങനെയാണ് നമ്മൾ പറയാറ്. ഈ ആൽബിനിസം ഉള്ള ഏതെങ്കിലും മനുഷ്യർ മരിച്ചതിൻ്റെ ഒരു ഫോട്ടോ, ഇത്രയും വിസിബിലിറ്റി ഉള്ള ആളുകളാണല്ലോ, 500 രൂപ കൊടുത്താൽ പത്രത്തിലോ സോഷ്യൽ മീഡിയ ഉള്ള കാലത്തോ 10 പൈസ കൊടുത്തില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ അരി ഒടുങ്ങി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതാണ്? പത്രത്തിലോ സോഷ്യൽ മീഡിയയിലോ കാണേണ്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് വരെ അങ്ങനെ ഒരു വാർത്ത പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ആൽബിനിസം വിഷയവും ആൽബിനിസം മാസ്റ്റർ പ്ലാനും വേണമെന്ന് പറഞ്ഞത് ജനിച്ചതിനോ കണക്കില്ല, ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഇവർ മരിച്ചോ മരിക്കുന്നുണ്ടോയെന്നോ, മരിക്കുന്നതിന് മുമ്പ് ഇവിടെ തന്നെയാണോന്നോ, ഇവരെ മറ്റാരെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ടോയെന്നോ, ഇവർ പലായനം ചെയ്യുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ തന്നെ വേണ്ടേ കൊണ്ടുപോയി കൊടുക്കാൻ? പക്ഷേ അത് ആദ്യഘട്ടത്തിൽ എവിടെയും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. 2003 ഞാൻ ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടണം എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യമായി മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്താണ് ചെല്ലുന്നത്. അന്ന് JB കോശി ആണ് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അന്ന് മുതൽ ഓരോ തവണയും ഓരോ സ്ഥലങ്ങളിലൂടെ വർത്തമാനം പറയാൻ വേണ്ടി നമ്മൾ ചെല്ലും. അങ്ങനെ വർത്തമാനം പറയാൻ ചെല്ലുമ്പോൾ പലരും പറയുന്നത് നമ്മൾ എന്തോ ഒരു ആവശ്യം നേടാൻ വേണ്ടി ചെല്ലുന്ന പോലെയാണ്. പൈസയാണോ വേണ്ടത്? ഗ്രാജുവേഷൻ തീരാൻ നിൽക്കണ എന്നോട് അവരൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അന്നൊക്കെ ഈ ഭിന്നശേഷിക്കാർക്ക് ഉള്ള ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ STD ബൂത്ത്, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, ഇതൊക്കെ ഓഫർ ചെയ്തിട്ട് ഇത് വാങ്ങാത്തതിൻ്റെ പേരിൽ വർഷങ്ങളോളം ഞാൻ പിന്നെയും ചെല്ലുമ്പോൾ അയാൾക്ക് അതൊന്നും അല്ല വേണ്ട, നമ്മൾ പറഞ്ഞ സാധനങ്ങളൊന്നും അയാൾക്ക് വേണ്ട, അത് വേറെ എന്തോ ഉദ്ദേശിച്ച് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ സിനിമയിൽ പറയണ പോലെ ഫസ്റ്റ് കാണുമ്പോഴേക്കും ലാസ്റ്റ് വാർണിംഗ് തന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു വിട്ട ഒരുപാട് മഹാന്മാരുണ്ട്. പിന്നീട് സിനിമയുമായിട്ടും ബന്ധപ്പെട്ടും പല സർക്കാർ പരിപാടികളുടെയും പ്രൊമോഷന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഞാൻ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോഴും ഞാൻ അവരെ കാണാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ അന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ എത്താനുള്ള സൗകര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ദയവ് ചെയ്ത് വരുന്ന ആളുകളോട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സൗകര്യം പോലെ വർത്തമാനം പറയരുത്, വരുന്നവൻ എന്തിനാണോ വരുന്നത് അതനുസരിച്ച് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആൽബിനിസം ഉള്ള ആളുകൾ എത്ര തരത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണകളുണ്ട്. അതും 2003 മുതൽ എന്ന് പറയുമ്പോൾ ഏകദേശം 20 വർഷമായി മറ്റുള്ളവർക്ക് കൂടി വേണ്ടി ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ ആ കൊടുത്ത മാസ്റ്റർ പ്ലാനിൽ ഇവരുടെ ശാരീരികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പഠനം നടക്കണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ വെച്ച് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം അത് സക്സസ്ഫുൾ ആയി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട്? നമ്മൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തതാണ്. അത് എനിക്കൊരു അക്നോളജ്മെൻറ്റ് വന്നു. അതിങ്ങനെയാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനകത്ത് കോൺഫിഡൻ്റ് ആയിരുന്നു, എന്തെങ്കിലുമൊക്കെ നടക്കും. യെസ്, ഉറപ്പായിട്ടും. പക്ഷേ മാർച്ച് മാസമായി വേനൽ കൂടി, പിന്നെ പോസ്റ്റ് ഇടാൻ കാരണമായ കാര്യത്തിലേക്ക് വന്നത് എല്ലാവരും പട്ടിക്കും പൂച്ചയ്ക്കും വരെ വെള്ളം വെച്ച പോസ്റ്റർ ഇടാൻ തുടങ്ങി വേനൽക്കാലത്ത്. അത് സാധാരണ മനുഷ്യരിടുന്ന പോലെയല്ല. ആരോഗ്യവകുപ്പും പോലീസ് പോലെ ഔദ്യോഗിക പേജുകളിൽ പക്ഷിക്കും മൃഗത്തിനും പട്ടിക്കും ഒക്കെ വെള്ളം വെച്ചു. അതുപോലെ തന്നെ എവിടെ കാട്ടിൽ പട്ടിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാർട്ടൂണിസ്റ്റുകൾ കാർട്ടൂൺ ഉണ്ടാക്കി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഇതിനിടയിൽ നിൽക്കുന്ന മനുഷ്യരുണ്ട്, ഇതിനെക്കുറിച്ച് ഇവർക്ക് ആർക്കും അറിയില്ല, പറയില്ല, ഒന്നുകിൽ പറയാൻ താല്പര്യമില്ല. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു അറിയില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ എഴുത്ത് എഴുതി പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ എഴുത്ത് ഞങ്ങളിങ്ങനെ ചില സാധനങ്ങൾ തന്നിട്ട് എന്തായി. കാരണം അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ സമയം വൈകിയിരുന്നു, അത് ഇലക്ഷൻ മാനദണ്ഡം. പക്ഷേ ഈ വേനൽക്കാലം മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണിൽ മഴ പെയ്താൽ ജൂൺ, അത്രയും കാലം ഈ പറയുന്ന 39-40 ഡിഗ്രിയുള്ള
വെയിലിൻ്റെ ചൂടിൽ എത്രത്തോളമാണ് ചൂട് കൂടുന്നതെന്ന് നമുക്ക് അറിയില്ലാത്ത അവസ്ഥയിൽ മറ്റ് ജനങ്ങൾക്കൊന്നും ആൽബനിസം എന്താണെന്ന് അറിയത്തില്ല, ആൽബനിസം ഉള്ള ആളുകൾക്ക് ചൂട് പ്രശ്നമാവുന്നുണ്ടോ എന്ന് പോലും അറിയില്ലാത്ത സാഹചര്യത്തിൽ പട്ടിക്കും പൂച്ചയ്ക്കും മാത്രം വെള്ളം വയ്ക്കുന്ന മനുഷ്യർ, സ്വന്തമായിട്ട് വീട്ടിൽ AC അല്ലാതെയും ഒക്കെ വാങ്ങാൻ പറ്റുന്ന മനുഷ്യർ, സേഫ് സോണിൽ നിൽക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി സംസാരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് ആ എഴുത്തുകൾ പൊതുവെ ഈ വർഷത്തിനിടയ്ക്ക് ഞാൻ എന്നെ പേഴ്സണലൈസ് ചെയ്തുകൊണ്ട് ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് എനിക്ക് സൺബേൺ ഉണ്ടാവാറുണ്ട്, ഞാൻ പെട്ടുപോകാറുണ്ട്, ഞാൻ തന്നെയാണ് സർവൈവ് ചെയ്യാറ്. എൻ്റെ സുഹൃത്തുക്കളോ ബാക്കിയുള്ളവരല്ലാതെ മറ്റുള്ളവരാരും, എൻ്റെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് വലിപ്പം അറിയുന്നവരാരും എന്ത് ചെയ്തിട്ടുള്ളതല്ല. ഞങ്ങൾ വന്നിട്ടുള്ള കടന്നു വന്ന വഴീനെക്കുറിച്ച് എപ്പോഴും സങ്കടം കൊണ്ട് വർത്തമാനം പറയുന്ന ഒരാളൊന്നുമല്ല. എനിക്കങ്ങനെ പറയാനും അറിഞ്ഞുകൂടാ. പക്ഷേ ഇപ്പോൾ എനിക്ക് പറയേണ്ടി വരുന്നത് എന്നെയേ നാട്ടുകാർക്ക് അറിയുള്ളൂ, അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകളെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാം, ഒന്ന് ആദ്യം അറിയട്ടെ എൻ്റെ അവസ്ഥ. ഏൽക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് സ്കിൻ ബേൺ ആവുന്നു എന്നുള്ളത് മാത്രമാണോ? അതിലുപരി എന്താണ് ഇതിൻ്റെ ആഘാതം? ആഘാതം കുറച്ച് കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചൂടുവെള്ളം വീണ് പൊള്ളിയാൽ ആ വെള്ളം വീഴുന്ന സ്ഥലം മാത്രമേ പൊള്ളുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തേക്കുള്ള നമ്മുടെ ശരീരഭാഗങ്ങളെ പൊള്ളുള്ളൂ. തീക്കും അങ്ങനെ തന്നെയാണ്, എവിടെയാണോ വരുന്നത് അതിൻ്റെ കൂടുതലനുസരിച്ചിട്ടാണ്. പക്ഷേ സൂര്യൻ്റെ ആഘാതം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെയാണോ ഏൽക്കുന്നത് ആ ഏൽക്കുന്നത് എടുത്ത് ഈ അൾട്രാ വയലറ്റ് റേയിൻ്റെ 2 തരം രശ്മികളുണ്ട്. ഒന്ന് നമ്മുടെ തൊലിപ്പുറത്തും മറ്റേത് നമ്മുടെ തൊലിക്കകത്തേക്കും ആന്തരിക അവയവങ്ങളൊക്കെ ബാധിക്കും. അതെ, സൺബേൺ ഒരാൾക്ക് ഉണ്ടാവുക പറഞ്ഞാൽ ചില സമയത്ത് സ്കിന്നിനെ മാത്രമേ ബാധിക്കുള്ളൂ. ഒന്ന് പോളം പോലെ പൊങ്ങി വന്ന് ചിലപ്പോൾ പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും, നമ്മൾ അതിനനുസരിച്ച് പ്രിവെൻഷൻ എടുക്കും. അതിനൊക്കെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വരുന്ന കുടയും ഇതൊക്കെ എടുത്തോ തുണിയൊക്കെ ഇട്ടോ എന്ന് പറയുന്ന സാധനമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന അവിടെ നിന്നാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് ഈ അൾട്രാ വയലറ്റ് റേയിൻ്റെ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി ഉള്ള അതിൻ്റെ ഒരു ഭാഗമുണ്ട്. അത് നമ്മൾ നേരിട്ട് നമ്മുടെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നാൽ അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ബാധിക്കും. അതായത് അതുകൊണ്ടാണ് സൺബേൺ വരുമ്പോൾ മരിച്ചു പോകാനുള്ള കാരണം. ഒന്ന്, ശരീരത്തിലുള്ള ജലാംശം പോലും മാത്രമല്ല, ഇതിൻ്റെ ആന്തരിക അവയവങ്ങളെ കൂടി ബാധിക്കും. ചിലപ്പോൾ ഹൃദയത്തിൻ്റെ മിടിപ്പ് നഷ്ടപ്പെടും, ഞരമ്പ് വലിഞ്ഞ് മുറുകിയാൽ തലയ്ക്കാണ് ആഘാതമെങ്കിൽ ചിലപ്പോൾ നമ്മൾ സെമി പാരലൈസ്ഡ് ആവാനുള്ള അവസ്ഥയുണ്ട്. അത് വളരെ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഈ പറയുന്ന പോലെ ചൂടിൻ്റെ അളവ് കൂടുന്നുണ്ട് എങ്കിൽ ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ആവശ്യത്തിന്. ഒരു സന്ദർഭം പറയാമോ ഏറ്റവും ബുദ്ധിമുട്ടിയെന്ന് തോന്നിയത്? അങ്ങനെയൊന്നുമല്ല. അതായത് ഞാൻ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വെയിൽ കൊണ്ട്, അല്ലെങ്കിൽ സിനിമയ്ക്കെന്നല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഒഫീഷ്യൽ കാര്യത്തിനായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ എൻ്റെ കംഫർട്ട് സോണിലല്ലാതെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയും 2 ആഴ്ചയും 3 ആഴ്ചയൊക്കെ ഞാൻ ആക്ച്വലി ചിലപ്പോൾ ബെഡിലായിരിക്കും, ചിലപ്പോൾ ഞാനൊരു മുറിക്കകത്ത് തന്നെ ആയിരിക്കാം. അതായത് ക്വാറന്റൈനൊക്കെ കേട്ടതിന് ശേഷം ആളുകളെക്കാൾ മുമ്പേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ശീലിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഈ പോസ്റ്റുകളൊക്കെ ഇടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന ഇതുകൊണ്ടോ ആൽബനിസം ഉള്ള മറ്റു വ്യക്തികളുമായിട്ട് സംവദിക്കാനോ അല്ലെങ്കിൽ ബന്ധം ഉണ്ടാക്കാനോ അങ്ങനെ സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ? എനിക്ക് ആ കൂടി ആൽബനിസം ഉള്ള 2-3 ആളുകളെ എന്നോടടക്കം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. അതിലെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റണില്ല അവരെന്താണ് ഈ സമയത്ത് ചിന്തിക്കുന്നുണ്ടാവുക എന്നുള്ളത്. എന്നാൽ 1-2 ആളുകൾ പക്ഷെ അവരും പറയുന്നത്, ചേട്ടൻ ഞാൻ നിങ്ങളോട് ടെക്സ്റ്റ് ചെയ്യാം, പക്ഷെ എനിക്ക് നിങ്ങളോട് ഫോണിൽ പോലും സംസാരിക്കാനുള്ള ധൈര്യം ആയിട്ടില്ല. പിന്നെ മെന്റലി സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതിന് കാരണമുണ്ട്. അതായത് അതുവരെയുള്ള കാഴ്ചയിൽ അവരെ പോലെ അവർ മാത്രമേ ഉള്ളൂ, നല്ലതും ചീത്തയൊക്കെ അവർ സഹിച്ചു, ജീവിതത്തോടുള്ളൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് പോയി. ഇപ്പോൾ ചോദിച്ച പോലെ ഒരാളുടെ വിദ്യാഭ്യാസം ആണ് ഒരാളുടെ വിദ്യാഭ്യാസം അയാളുടെ സാമൂഹിക ചുറ്റുപാടാണ് അയാളൊരു ഇൻഡിവിജ്വലാക്കി മാറ്റുക. അയാൾക്ക് സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിലൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലാണ് അവർക്ക് അടുത്ത ഘട്ടം അവർക്ക് ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ പഠിക്കാൻ പറ്റും, സ്കൂളിൽ പോയി ആരോടും മിണ്ടാതിരുന്നും വേണമെങ്കിൽ നമുക്ക് പഠിക്കാം, അത് വെച്ചിട്ട് വേണമെങ്കിൽ സർക്കാർ ജോലി ഉണ്ടാക്കാം. പക്ഷെ പഠിച്ച് സർക്കാർ ജോലി ഉണ്ടാക്കിയാലും ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എനിക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും സംവദിക്കാനും സാധിക്കുന്ന തരത്തിലേക്ക് ഇവരുടെയൊക്കെ സോഷ്യൽ സ്പേസുകളുണ്ട്. ഈ സ്റ്റഡി നടന്നാൽ മാത്രമാണ് എന്ത് മനസ്സിലാവത്തുള്ളൂ. ഇവരൊക്കെ സാമൂഹികമായി ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അണിയോ മെമ്പറോ ഏതെങ്കിലും ഉത്തരവാദിത്തമുള്ള ആളുകളോ ജനപ്രതിനിധികളോ ഒക്കെ ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ആ റിസൾട്ട് വന്നാൽ അറിയാം, ഒരു ജനപ്രതിനിധി പോലും ആയിട്ട് ഒരാളില്ല എങ്കിൽ കേരളം എന്താണ് സത്യത്തിൽ
ഇവരോട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. ഭിന്നശേഷിക്കാരുടെ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ഭിന്നശേഷി എന്ന് പറയുമ്പോൾ, അപ്പോൾ അതിനകത്ത് ആൽബനോ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഉണ്ട്, അത് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരാളെ ഭിന്നശേഷിൻ്റെ വിഭാഗത്തിൽ പെടുക. അത് കാലാകാലങ്ങളിൽ കണ്ടുപിടിക്കുന്ന ചില അസുഖങ്ങൾ വരെ അതിനകത്തേക്ക് നമ്മൾ ആഡ് ഓൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ആസിഡ് വിക്ടിമിനെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഭിന്നശേഷി വകുപ്പിൻ്റെ കീഴിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ചില ക്രൈറ്റീരിയകൾ വെച്ച് ഇതൊരു രോഗമല്ല എന്നുള്ളത് മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഇവർക്ക് മറ്റ് ചികിത്സകളുടെ ഒന്നും ആവശ്യം വരാറില്ല. അതായത് ഞാൻ ഈ ചൂട് കൊണ്ട് പണി വാങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട ചില എട്ടിൻ്റെ പണികളും അല്ലാതെ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല. വേറെ അസുഖങ്ങളൊന്നും ഇന്ന് വരെ വരികയോ വേറെ എന്തിനൊരു പല്ലുവേദനയ്ക്ക് പോലും വേണ്ടി എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ അങ്ങനെ ഒന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത്രയും ഫിസിക്കലി ഫിറ്റായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല കാരണങ്ങൾ കൊണ്ട് എന്താ വരില്ല, ഇവരെ നമുക്ക് ഭിന്നശേഷിൻ്റെ വിഭാഗത്തിൽ പെടാൻ പറ്റത്തില്ല. പക്ഷേ ആൽബിനോസിൽ കുറേ ആളുകൾക്കൊക്കെ UDID കാർഡുണ്ട്. അതിൻ്റെ കാരണം കണ്ണിൻ്റെ കാഴ്ച വളരെ കുറവിൻ്റെ കണ്ണിൻ്റെ കാഴ്ചൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് കിട്ടാറുണ്ട്, ഇവർ ചിലപ്പോൾ ഭിന്നശേഷിയിൽ പെടാറുണ്ട്. അത് ആൽബിനിസത്തിൻ്റെ പേരിലല്ല, കാഴ്ച പരിമിതി എന്നുള്ള പേരിൽ. അതെ. ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ ആൽബനിസം ഉള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കരുതലൊക്കെ അറിയാമോ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ വേണ്ടിയത്? അത് ഈ ഭിന്നശേഷി വകുപ്പിൽ ആണോ ഇത് പെടുത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഉത്തരമല്ല എന്ന് പറയും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷന് ഒരു ആൽബനിസം സെപ്പറേറ്റ് ഒരു വിങ് തന്നെയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. അത് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള പ്രശ്നങ്ങളെക്കാൾ വളരെ ഗുരുതരമാണ് ലോകത്ത് മറ്റ് സ്ഥലങ്ങളിലുള്ള ആൽബിനോസ് നേരിടുന്ന പ്രശ്നങ്ങൾ. ഉദാഹരണത്തിന് കറുപ്പ് കൂടിയ രാജ്യങ്ങളിൽ വെളുപ്പ് വന്നാലുണ്ടാകുന്ന പ്രശ്നം അതിരൂക്ഷമാണ്. അവിടെ ഇങ്ങനെയുള്ള ആളുകളോട് എന്താ പറയുക, ഈ അടുത്തൊരു ദിവസം എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. ഒരു ആൽബിനോ കുട്ടി അവരുടെ നാട്ടിൽ ജനിക്കുമ്പോൾ ഇതൊരു പ്രേതബാധയുള്ളതാണ്, ഇത് ചെകുത്താനാണ്. അവിടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കേരളത്തിലും അതൊക്കെ ഉണ്ട്, ഇങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ കുറച്ചത് കൂടുതലാണ്. അത് അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഇത് വളരെ പ്രകടമാണ്. അതായത് ഇവിടെ ഒളിച്ചാണ് വിശ്വസിക്കുക. അന്ധവിശ്വാസിനൊന്നും നമുക്ക് മലയാളികളുടെ ഇടയിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആൽബിനിസം ഉള്ള ആളുകൾ എത്ര വിവേചനം നേരിടുന്നുണ്ടെന്നുള്ളത് ഇവരാരും പറയാത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇവർ ഒന്നിപ്പോൾ ഈ ആൽബിനിസവുമായി ബന്ധപ്പെട്ട അവയർനെസ് നടക്കുമ്പോൾ പോലും ഏറ്റെടുക്കാത്തത് കാണുമ്പോൾ മനസ്സിലാവും ഇവരെത്രത്തോളം ഇതിനോട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ ഈ ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ വരുമ്പോൾ അത് ഈ അന്ധവിശ്വാസമുണ്ട്. അതുകൂടാതെ അന്ധവിശ്വാസങ്ങളുടെ ലെവൽ ഭയങ്കര വേറെ ലെവലാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ എയ്ഡ്സ് പോകും, ഇവരുടെ രോഗം മാറും, എയ്ഡ്സ് മാറും, മാറാരോഗങ്ങൾ മാറും. ഇവിടെ മലയാളിയിൽ ഒറ്റ ബുദ്ധികളായിട്ട് തന്നെ ഇരുന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇയാൾക്ക് ലൈംഗിക ശേഷി ഉണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വേറെ ലെവലാണ്. ഇങ്ങനെയുള്ള ആളുകളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അസുഖങ്ങൾ മാറും. കാരണം എന്താ വെച്ചാൽ ചിലയിടത്ത് ചെകുത്താനാണെങ്കിൽ ചിലർക്ക് ദൈവമാണ്. അപ്പോൾ ചെകുത്താനാണെങ്കിലും ദൈവമാണെങ്കിൽ ഇവരെ കൊല്ലാക്കൊല ചെയ്യൽ മാത്രമാണ് പൊതുവെ നടന്നിട്ടുള്ളൂ. അവിടെ ഒരു ടീമുണ്ട്. മാത്രമല്ല അത്തരം രാജ്യങ്ങളിൽ ആൽബിനിസം പ്രൊട്ടക്ഷൻ ലോസ് ഉണ്ട്, വർണ്ണവിവേചനവുമായി ബന്ധപ്പെട്ടതുണ്ട്. 2009 ആദ്യമായിട്ട് ചില ആളുകളാൽ ആദ്യമായിട്ടൊരു ആൽബിനിസം ആള് ആക്രമിച്ച് കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത ആദ്യമായിട്ട് കോടതിയിൽ വരുന്നത്. കൊല്ലപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, ഒരു വാർത്തേനെ. അതായത് ഇത്രയും കാലമായി നമ്മുടെ രാജ്യത്ത് മ്യൂട്ടേഷൻ്റെ ഭാഗമായി എല്ലാ തലമുറയിലും എന്തുണ്ടായിട്ടുണ്ടാവാം, ഇഷ്ടം പോലെ ആൽബിനോസ് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ 2009 ആദ്യമായിട്ട് ഒരു കോടതിയിൽ, ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു കോടതിയിൽ ഒരു ശിക്ഷ കിട്ടുന്ന തരത്തിൽ 4 പ്രതികളെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തുന്നത്. ഈ കേരളത്തിൽ ഞാനടക്കം ഇഷ്ടം പോലെ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ കരഞ്ഞും കരയാതെ ഒക്കെ വിധേയമായിട്ടുണ്ട്. നമ്മളൊക്കെ പരാതി കൊടുക്കുമ്പോൾ പോലീസുകാരൻ വരെ പറഞ്ഞത് നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും ഫോറിനറാണെന്ന് വിചാരിച്ചു. എന്നിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷമോ സാറേ? വർണ്ണവിവേചനത്തിന് കേസെടുക്കാൻ പറഞ്ഞിട്ട് കേസ് കൃത്യമായി എഴുതി കൊടുത്ത ഒരു FIR, ഞാൻ എഴുതി കൊടുത്ത FIR മീൻസ് പരാതി FIR ആയിട്ട് തിരിച്ചു വരുമ്പോൾ അത് റിട്ടൺ അല്ല ഓറലാണെന്ന് മാറ്റി എനിക്കൊരു FIR തരികയാണ്. ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ആവശ്യമില്ല, സൗകര്യമില്ല. ഞാൻ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ പോലീസുകാരോട് പറഞ്ഞതിനേക്കാൾ 1000 ഇരട്ടി
ഉച്ചത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. അതായത് ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വർണ്ണവിവേചനത്തിന്റെ പരിധിയിൽ വരേണ്ട സാധനമാണ്. അതായത് കറുപ്പിന്റെ രാഷ്ട്രീയം നമ്മൾ പറയാറുണ്ട്, അതിനകത്ത് ജാതി അടക്കം വരുന്നുണ്ട്, അതിനെ പ്രിവെന്റ് ചെയ്യാറുണ്ട്. അതിനൊരു കാരണമുണ്ട്. അത് ഇന്നത്തെ ഒരു പൊതുബോധമാണ്, അതായത് പുരോഗമന ബോധമാണ്. പരസ്യമായി എന്ത് ചെയ്യാൻ പാടില്ല, ജെൻഡറിനെതിരായി പറയാൻ പാടില്ല, കളറിനെതിരായി പറയാൻ പാടില്ല. അതൊക്കെ പുറത്തുള്ള പുറംപൂച്ചുകളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നാലും ഏതെങ്കിലും ഒരു കറുപ്പ് പറഞ്ഞാലും അയ്യോ കറുപ്പിന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പലതരം മനുഷ്യർ ഉണ്ടായി. പക്ഷേ അപ്പോൾ ഞാൻ അതിനകത്തൊരു പരസ്യം ഞാനൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടന്മാരെല്ലാം കറുപ്പിൻ്റെ രാഷ്ട്രീയം മറ്റാരെക്കാളും നന്നായിട്ട് കറുപ്പിനൊരു ജാതി ഉണ്ടെങ്കിൽ അതിനൊരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വഴി മാറ്റിക്കൊണ്ട് പോകുന്ന ആ വർത്തമാനത്തിനോട് എനിക്ക് പറ്റത്തില്ല. അതിൻ്റെ കൂടെ നിങ്ങൾ എന്തുകൂടി ചെയ്യണം, കറുപ്പിന് മാത്രമല്ല പ്രശ്നം വെളുപ്പിനുമുണ്ട്. അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. കാരണം ആ വെളുപ്പിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് പറയണ്ട എന്നുള്ളതാണ്, ആർക്ക് ഏറ്റെടുക്കണ്ട എന്നുള്ളതാണ്. കൂടുതലും എനിക്ക് തോന്നുന്നു ഒരുപാട് ഇപ്പം ഞാനും വിചാരിച്ചിട്ടുണ്ട് നല്ലതല്ലേ, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല ഗ്ലാമർ ആയിട്ടിരിക്കും, നല്ലതല്ലേ എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. ഞാനും വിചാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ ആൽബിനോസ് കല്യാണം കഴിച്ചത് കണ്ടേനെ. കാഴ്ചയിൽ മാത്രം അവർ സുന്ദരനുമായിട്ട് കാര്യമില്ലല്ലോ, അവരെ കല്യാണം കഴിക്കാൻ ഇവർക്കൊക്കെ തോന്നുന്നുണ്ട്. നമ്മളുടെ ഈ സർവേ വന്നാൽ മാത്രമേ ഉള്ളൂ ഇവരെത്ര ആളുകൾ വിവാഹിതരാണ്. ഇപ്പോൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ആ ചോദ്യത്തിന് ഇപ്പോഴാണ് നമുക്ക് ഉത്തരം പറയാൻ പറ്റുക. ഇവരെയൊക്കെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ കുട്ടികളുണ്ടാവുമെന്ന് പേടിക്കണം. ഇവർക്കെന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കുട്ടികളുണ്ടാവാം. അത് ആൽബിനിസം ആകാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ശേഷിക്കുറവോ ഭിന്നശേഷിയോ ആണെന്ന് മനസ്സിലാക്കി അവിടെ വെപ്രാളമോ അല്ലെങ്കിൽ അവഗണനയോ ഉപേക്ഷിക്കലോ ഒന്നും അല്ല ചെയ്യേണ്ടത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്, ജാതകം നിങ്ങൾ നോക്കുകയാണെന്ന് നോക്കാതിരുന്നാലും വേണ്ടില്ല, ഈ ജനറ്റിക്കൽ ടെസ്റ്റുകളുണ്ട്. അത് എത്ര ഹെൽത്തി ആണെന്ന് സ്വയം വിശ്വസിക്കുന്നവനും കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുമ്പ് അവർക്കും അവരുടെ പാർട്ട്ണർക്കും ജനറ്റിക്കൽ ടെസ്റ്റുകൾ നടത്തി എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രിവെൻഷൻ എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ആ പങ്കാളിയെ ചൂസ് ചെയ്താൽ മതി. കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുക. അതിനൊക്കെ പകരം ഇന്ന് ചിലർക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും വന്നാലോ എന്ന് പേടിയായിരിക്കും. വീട്ടിലോ നാട്ടിലൊക്കെ ഉള്ള ചിലർക്ക് വിവാഹമേ പേടിയാണ്. പക്ഷേ അവർ വിവാഹം പേടിയാന്ന് പറയത്തില്ല, അവർ വേറെ ബോൾഡാണ്. കാരണം ഞാൻ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റും. അവർ കല്യാണം വേണ്ടെന്നേ പറയത്തുള്ളൂ, അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ എന്ന് പറയും. ചിലരുടേത് പേടിയാണ്. ചിലപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയും കിടന്ന് വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ട് എൻ്റെ കുടുംബവും ഇങ്ങനെയായിരുന്നു പേടിയുണ്ട് ലൈഫ്. അതായത് ആ പ്രായത്തിനനുസരിച്ച് അതെ. പക്ഷെ ഇതെല്ലാം എന്തായി മാറും, അത് കൃത്യമായി ഡിസ്കസ് ചെയ്യപ്പെടാതെ ഇവരുടെ ഉള്ളിൽ പലതരം സംശയങ്ങൾ, പിന്നെ പ്രായം കൂടുന്നു, ഇനി കുട്ടി ഉണ്ടായാൽ പ്രശ്നമാണോ, എന്നാലും എന്ത് ചെയ്യില്ല, സമയാസമയത്ത് പോയി ഞാനെന്ന് പറയുന്ന വ്യക്തി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു മിങ്കിളായി ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ എലിജിബിൾ ആണോ എന്ന് നോക്കത്തില്ല. ഒരു കൗൺസിലറുടെ അടുത്തും ഒരു പോകത്തില്ല, ഒഫീഷ്യലി പോണേ, ഒഫീഷ്യലി ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും പോകത്തില്ല, ഒഫീഷ്യലി പോയിട്ട് ഒരു ജനറ്റിക്കൽ ടെസ്റ്റും ചെയ്യില്ല. എന്നിട്ടും നമ്മൾ കേരള നമ്പർ 1. ഓക്കെ. ഇപ്പം ശരിക്കും ഈ ഒരു അവസ്ഥയായിട്ട് നിൽക്കുന്ന ആളുകളെ പറ്റി നമുക്കറിയില്ലല്ലോ എത്ര പേരുണ്ട്. അങ്ങനെയുള്ള ആളുകളോട് എന്താണ് ശരത്തിന് പറയാനുള്ളത്? ഒരു 3 സ്റ്റെപ്പാണ്. 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം അവരോടല്ല, അവരോട് അവസാനമാണ് പറയാനുള്ളത്. ആദ്യം പറയാനുള്ളത്, എന്നെ കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ കേട്ടും കാണുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ എന്നെപ്പോലുള്ള മനുഷ്യരെ കണ്ടാൽ മിനിമം അത്ഭുതമോ വരെ ആകാം, ആകാംക്ഷയും ക്യൂരിയോസിറ്റിയും വരെ ആകാം. അയ്യോ എന്ന് ശബ്ദം കൂട്ടി വിളിക്കാൻ, ഇല്ലടാ ദേടാ നോക്കടാ എന്ന് പറയാൻ അവനവനോ നമ്മളുടെ പ്രായം കുറഞ്ഞവരോ പ്രായം കൂടിയവരെയോ ഒന്നും സ്വയം അങ്ങനെ ചെയ്യാതിരിക്കുക. പോയിന്റ് നമ്പർ 1. 2, 1-2 തവണത്തെ അവരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ബോഡി ലാംഗ്വേജിൽ ചിലപ്പോൾ കോൺഫിഡൻസ് കാണണമെന്നില്ല. ഫോറിനർക്ക് ഈ നാട്ടിൽ വന്നിട്ട് അവനൊരു കോൺഫിഡൻസ് കുറവും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആൽബിനോസിനെ കണ്ടാൽ വേഗം മനസ്സിലാവും. അവരുടെ കണ്ണിൻ്റെ അടക്കം പ്രത്യേകത ഉള്ളതുകൊണ്ടും സ്കിൻ അടക്കം സെൻസിറ്റീവ് ആയതുകൊണ്ടും അവർ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒഴിഞ്ഞു മാറി ഒതുങ്ങിയായിരിക്കും പോവുക. മിനിമം അതല്ലാത്ത ബോഡി ലാംഗ്വേജ് ഉള്ളത് എന്നെ പോലെ 4-5 ആൾക്കാരൊക്കെ കാണാൻ സാധ്യതയുള്ളൂ. എനിക്കൊന്നും എന്തില്ല, അങ്ങനെ ഒഴിഞ്ഞും മാറി നിന്നിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾ കണ്ടാൽ അവരെ നമ്മൾ ഒരു വെറുപ്പിൻ്റെയോ അത്ഭുതത്തിൻ്റെയോ ഒന്നും ഭാഷയിലേക്കല്ല എടുക്കേണ്ടത്. ഇതുവരെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അവരെ നമ്മൾ
ഒരു നെഗറ്റീവായി കാണുന്നു, ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാക്കാതിരിക്കാം. ഒന്നാമത്തെ പോയിന്റ് അത്. 2, അതിനെ നമ്മൾ മറികടന്ന് കഴിഞ്ഞാൽ അവരെ നോക്കി നമുക്കൊന്ന് ചിരിക്കാം. അവർ കണ്ടില്ലെങ്കിൽ പേരെന്താണെന്ന് ചോദിക്കാം, എങ്ങടാ പോകുന്നതെന്ന് ചോദിക്കാം, വേറെ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാം. ചിലപ്പോൾ അവർക്ക് ബസ് പോകേണ്ട സ്ഥലങ്ങളൊന്നും അറിയണമെന്നില്ല, റോഡ് ക്രോസ് ചെയ്യാൻ അവർക്ക് പറ്റണമെന്നില്ല. ബാ ചേട്ടാ നമുക്ക് അപ്പുറം എന്നാൽ അവർ വല്ലാതെ സഹായിച്ചൊന്നും തോന്നിക്കണ്ട. നമ്മൾ ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പിടിക്കാതെ തന്നെ നമ്മുടെ സൈഡിൽ കൂടെ അവർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ അറിയാം. ഇതാണ് ആൽബിനിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പർശനം കൊണ്ട് പോലും ഇവരുടെ അടുത്തേക്ക് അടുപ്പമുള്ളവരല്ലാണ്ട് ചെല്ലണില്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവർ. നിങ്ങൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ നിഴലിലൂടെ അല്ലാതെയോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊട്ടപ്പുറത്തേക്ക് പോകാൻ പറ്റും. നമ്മളെക്കാളും നല്ല അടിപൊളി കഴിവ് അവർക്ക് ഉണ്ട്. കാരണം അവർ ഇൻക്ലൂസീവ് അല്ലാതെ പോലും നമ്മുടെ കൂടെ ഇൻക്ലൂസീവായ മനുഷ്യരാണ്, ഒരു വാശിയുമില്ലാതെ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, അവരോട് നമ്മൾ കറക്റ്റായിട്ട് അവഗണിക്കുക അല്ലാതെ നമ്മൾ അവരെ ഇൻക്ലൂസീവ് ആക്കാൻ നോക്കുക. ബിഹേവിയർ വൈസ് അവരോട് സെറ്റിൽ ആവാൻ പരിഗണിക്കുക. മൂന്നാമത്തേതാണ് അവരുടെ കാര്യം. ഇതുവരെ ഉള്ള മനുഷ്യർക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയേൻ്റെ കാലമാണ്. കാർട്ടൂൺ മുതൽ പല സ്ഥലങ്ങളിൽ വെളുപ്പും സ്വർണ്ണമുടിയും വെള്ളമുടിയും ഒക്കെയുള്ള കാര്യങ്ങൾ അവർ എല്ലാ മനുഷ്യരും കാണുന്നത്. വെച്ചാൽ ചെറിയ കുട്ടികൾ മുതൽ ഇംഗ്ലീഷും പല കാർട്ടൂണുകൾ കാണുന്നുണ്ട്. അവർക്ക് ഇന്ന് ഈ കളറ് ഒരു ഞെട്ടലും ഇല്ല. ശരിയാ, അവർക്കത് അറിയണമെന്നില്ല. അപ്പോൾ ഈ കളർ ഒരു ഞെട്ടലും ഇല്ല. അവർ നമ്മളും കൂടി അങ്ങോട്ട് ചെന്ന് ചിലപ്പോൾ ചിരിച്ചാൽ അവർ നമ്മളോട് ചിരിക്കും, നമ്മൾ ചെന്ന് സംസാരിച്ചാൽ അവരും നമ്മളോട് സംസാരിക്കും. പിന്നെ ഉള്ളത് അവരുടെ കൂടെ നമ്മളും നിൽക്കുക, നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറയുക. എല്ലാവരും ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും കുറച്ച് പേരൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സാമൂഹ്യ ബോധമുള്ള ആളുകൾ ഇവിടെയുണ്ട്. എന്തിനും ഏതിനും ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആൽബിനിസം കണ്ട് കേട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടുമ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് എന്താ കിട്ടാനുള്ളത്, ഇതൊക്കെ ആര് വായിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും വായിച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. തീർച്ചയായും അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്കതുകൊണ്ടുണ്ടായ കാര്യമുണ്ട്. എല്ലാവരുടെയും മുമ്പിലേക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് നോക്കണ്ടെന്നുള്ളത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഞാൻ വീണ്ടും ഇഷ്ടം പോലെ ആൽബിനിസമുള്ള ആളുകളുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. പലതവണ കണ്ടാൽ ഒരു തവണ നോക്കും. യെസ്, ആ നോട്ടം പിന്നീട് പതുക്കെ നോർമലാവും. എനിക്ക് ആകെ കൂടി ചെയ്യാൻ കഴിയുമായിരുന്നതിൽ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള കാര്യം ഞാൻ ഇനിയും ഇട്ടുകൊണ്ടേയിരിക്കും. കാരണം മറ്റതൊക്കെ സെർച്ച് ചെയ്ത് പോകണമെങ്കിൽ ഇത് എന്നെ അറിയുന്നവരോ അല്ലാത്തവരൊക്കെ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴും കുറച്ച് നേരമൊക്കെ കാണുമ്പോൾ ക്യൂട്ട്നെസ് ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ ക്യൂട്ട്നെസ്സിൻ്റെ കാലമായതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ വർത്തമാനം പറയണതൊക്കെ പലതവണ മാറ്റിപ്പോയ ആളുകളൊക്കെ ഈ തവണ തന്നെ കാണുമായിരിക്കും. പക്ഷേ എത്ര തവണ മാറിപ്പോയാലും ഇങ്ങനെയുള്ള മനുഷ്യരെ ജീവിതത്തിൽ നമുക്ക് മാറ്റി നിർത്താനായിട്ട് ഒരു കാരണവശാലും പറ്റത്തില്ല. അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, നമ്മളോടൊപ്പം തന്നെ ജീവിക്കേണ്ട ആളുകളുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ശരത്തിനെ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടും അല്ലാതെ ആക്ടർ എന്ന ഐഡൻറ്റിറ്റിയിലൊക്കെ പല സ്ഥലത്ത് ഇനിയും കാണാം അല്ലേ? 1-2 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ചിലത് പറയാൻ അനുവാദമില്ലാത്തതാണ്. അത്യാവശ്യം മലയാളത്തിൻ്റെ ചരിത്രമാകാൻ സാധ്യതയുള്ള ചില പടങ്ങളുണ്ട്, അതിലും ഭാഗമാണ്. അപ്പോൾ സിനിമയായിട്ട് കാണുക. ഒപ്പം എന്താണ് പറയേണ്ടത്, ഇപ്പോൾ ഞാനീ വന്നിരുന്ന് സംസാരിക്കുന്നത് മുഴുവൻ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർ, അതായത് കാഴ്ച കൊണ്ട് നമുക്ക് പെട്ടെന്ന് അടുപ്പം തോന്നാത്ത കുറച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ 1-2 തവണ കണ്ണടച്ച് തുറന്ന് നമ്മൾ ആര് നോക്കിയാലും പതുക്കെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ആർക്കും ഒരു മനുഷ്യർക്കും ആരോടും വെറുപ്പൊന്നുമില്ലെന്നേ. നമ്മുടെ ആ ഒരു കാഴ്ചേൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാരും മറ്റുള്ളവരും പറഞ്ഞും കേട്ടും ഒക്കെ ഉള്ള അവ്യക്തതേൻ്റെ ഉള്ളൂ. ഇപ്പോൾ എന്നെപ്പോലെ ഒരാളോട് ഇവിടെ ഇത്രയും നേരം വന്നിരുന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മുൻവിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുൻവിധി ഇത്രയും നേരം നമ്മൾ സംസാരിക്കുമ്പോൾ മാറിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആളുകൾ ഇങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിലും അവരുടെ എല്ലാം പുറകെ പോയി സംസാരിക്കുക. പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് അറിയുന്ന ആൽബിനോസ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ ഫാമിലീൻ്റെയോ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് ചെയ്യാൻ താല്പര്യം മാത്രമല്ല, ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാനും താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയുന്ന ആൾ, അപ്പോൾ എന്ത് ചെയ്യരുത്, അവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ പോരാ. അവരുടെ പേരും സ്ഥലവും അവരുടെ കൂടി പെർമിഷൻ വാങ്ങിയിട്ട് വേണം അവരുടെ വിശദ വിവരങ്ങളൊക്കെ കൊണ്ടൊന്ന് ചാടിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഉറപ്പായിട്ടും എനിക്ക്
എനിക്ക് നിങ്ങളെല്ലാവരും വിശ്വാസമാണ്. തീർച്ചയായിട്ടും ചെയ്യും അല്ലേ? ഉറപ്പായിട്ടും. കറുപ്പിനൊപ്പം നിൽക്കുന്ന സംസാരിച്ച ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലായാൽ ഒരു പക്ഷേ ഉറപ്പാണ്. വർണ്ണ വിവേചനം അത് ഏത് കളറായാലും ഒരു സംശയമില്ല. കാരണം ഇത്രയും വെളുത്തിട്ടും മറ്റാരെ പോലെയും കറുപ്പിനൊപ്പം അന്ന് മുതൽ ഇന്ന് വരെ വെളുപ്പിൻ്റെ രാഷ്ട്രീയം നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇന്നും ഈ സെക്കൻഡും എൻ്റെ മരണം വരെ കറുപ്പിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത് കറുപ്പിൻ്റെ മാത്രമല്ല ജെൻഡറിൻ്റെയും ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന എൻ്റെ കൂടെ ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ കൂടെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നിൽക്കുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. അത് വിശ്വാസമല്ല, അതെൻ്റെ ഉറപ്പാണ്. തീർച്ചയായും ഉറപ്പ് സാധ്യമാകട്ടെ. അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.